മാവ് കയറാനാണോ? പുളിയുറുമ്പണ്ടാ ഇപ്പൊ ഇവിടെ ഇരുന്ന് നല്ല സുഖണ്ടോ? എങ്ങടെ പോണ മാങ്ങ കുടിക്കാനാ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോന്നീ. സുജിത്താശാനെ ഇപ്പൊ പറയും. അത് പൈപ്പാണ് അവിടെ, അടിക്കൂടെ പൈപ്പ്. അടുക്കളയിൽ എന്തായാലും വേണമായിരുന്നു. ചെറുതാ, പക്ഷെ കാണാൻ കൊള്ളാല്ലേ. കനമുള്ള പുളിമരടി. അപ്പൊ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായിട്ടുണ്ട്. നമ്മള് പഴം ഉണ്ടായിരുന്നു കേട്ടോ. പഴം എവിടെയാ? കുഴപ്പമില്ല. ഇതിന്റെ ഒരു കപ്പല്ലേ? ഒരു കപ്പ് ഗോതമ്പ് നുറുക്കിന്റെ ഉപ്പുമാവ്. ഒരു സബോള ഇട്ടിട്ടുണ്ട്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്, പച്ചമുളക് ഇടായിരുന്നു. ഉണക്കമുളക് ഉണക്കമുളക് കേട്ടിട്ടില്ലേ? ഇതാണ് ഡ്രൈ, എന്താ പറയാ, ഡ്രൈ അല്ല, ഡ്രൈ ചില്ലി ഡ്രൈ. ഇവൻ ഈ ബുക്ക് നിലത്ത് ഇട്ടിട്ട് ഇവനത് എടുത്തു കൊടുക്കണം ആരെങ്കിലും. തന്നെയാണ് ഇവന്റെ പരിപാടി ഇപ്പൊ. അപ്പൊ നമ്മള് ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം ഒന്നല്ല കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ ഈ ഒരു ഫുഡ് കൺട്രോളിന്റെ ഭാഗമായിട്ട് നമുക്ക് രാവിലത്തെ ഭക്ഷണം ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. അതുപോലെ ഓട്സ് അതൊന്നും എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. എന്നിട്ടായാലും വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല ഇതിന് തിന്നാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെടാറില്ല. സബോള ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് തിന്നു പോകുന്നത്. എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് ശരിക്കും ഒരു റിയൽ ലൈഫാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ കാണാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അതെനിക്ക് തോന്നുന്നു വീഡിയോ ഇട്ടുണ്ടായിരുന്നു വൈൽഡ് ലോക്സിലല്ലേ. അപ്പോൾ ഞങ്ങൾ കുറേ നാൾ സിനിമയൊന്നും കാണാറില്ല. അപ്പോൾ അത് വീണ്ടും സിനിമ കണ്ട് തുടങ്ങിയേക്കുന്നതാണ്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ ശരിക്കും തോന്നി അതിലുള്ള പോലെ തന്നെയാണ് എൻ്റെ ഈ ഒരു റിയൽ ലൈഫ്. നമ്മുടെ ലൈഫ് വെച്ചിട്ടാണ് ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ അല്ല, അങ്ങനെയല്ല, അതുമായി മാച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എൻ്റെ ജീവിതമാണ് ഞാൻ ഈ വീഡിയോ കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കുറെ നാൾ കഴിയുമ്പോൾ നമുക്കത് വീണ്ടും കാണാൻ പറ്റുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ പണ്ട് നമ്മളെടുത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ, സ്റ്റീവിന്റെ ചെറുപ്രായത്തിലെടുത്ത വീഡിയോ ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാവും. അടിപൊളിയാണ്. രണ്ടുപേരും നല്ല ആ ചെറുപ്പത്തിലായിരുന്നൊക്കെ കാണുമ്പോഴേ ഭയങ്കര വ്യത്യാസമുണ്ട്. വീട്ടിലെ കുറെ തേങ്ങ കുറെ ഞാൻ പറക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഒരു മിനിറ്റ് കൂടെ. അപ്പൊ ഇന്ന് തെങ്ങേറ്റക്കാരൻ ചേട്ടൻ ഇന്നലെ വരാന്ന് പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ ഹിന്ദിക്കാരൻ ചേട്ടന്മാരെ കൊണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ കുറച്ച് ക്ലീനിങ്ങും ഉണ്ടായി. അപ്പൊ തേങ്ങയൊക്കെ പറക്കാലോ വെച്ചിട്ട്. അപ്പൊ ഇന്നലെ തെങ്ങേറ്റക്കാരൻ ചേട്ടൻ വന്നില്ല. അപ്പൊ ഇനിയിപ്പോ 10 മണിക്ക് വരാറുണ്ട്. ഇന്ന് 10 മണിക്കാണെങ്കിൽ ഞാൻ എനിക്ക് പോകാറുണ്ട് അന്തോണിസുണ്ണി ആളുടെ. അപ്പൊ ഇന്ന് അത് ഞാൻ വൈകുന്നേരത്തേക്ക് മാറ്റിയിട്ട് ആ ചേട്ടൻ വരുന്നു പറഞ്ഞുകൊണ്ട് ഇനി അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ആ ചേട്ടൻ ഒന്ന് വരുന്ന പറഞ്ഞാൽ വരുമായിരിക്കും. വരേണ്ടതാണ്. അതാണോ ഇത്ര നേരം നീ പറഞ്ഞത്? നമ്മള് കുപ്പിയിലാക്കി വെച്ച വെള്ളമാണോ? വെറുതെ വെള്ളം കുടിച്ചു. എപ്പോഴും കുടിക്കണം. എന്തിനാന്നോ? തേങ്ങ വെള്ളം കുടിച്ചാൽ ഭയങ്കര എനർജിയാണ്, ആരോഗ്യം വരും. സത്യം പറഞ്ഞാൽ എനിക്ക് തിന്നാൻ പറ്റണില്ല ഏട്ടാ. അതിലുള്ള സബോള മുഴുവൻ ഞാൻ പോയിട്ട് തിന്നു. എനിക്കും സബോള ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ സാധനം എന്തോ തിന്നാനായിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാനും നിർത്തി. ശരിക്കും പറഞ്ഞാൽ അത് കഴിക്കണം എന്നാണ് ഡോക്ടറിന്റെ മെനു. ഒരു ഡോക്ടർ തരുന്ന സാധനങ്ങൾ നമ്മൾ ശരിക്കും കഴിക്കണം എന്നാണ്. പക്ഷെ ഇങ്ങനത്തെ ചില സാധനങ്ങൾ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഡയറ്റ് തുടങ്ങിയ സ്റ്റാർട്ടിങ് ഘട്ടത്തിൽ ഞാൻ കുറേ കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്, ഡോക്ടറെ പറ്റിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെതായ വ്യത്യാസങ്ങൾ എൻ്റെ കയ്യിൽ കുറവും വന്നിട്ടുണ്ട്. മിഡു കറക്റ്റ് ഫോളോ ചെയ്യാറുണ്ട്. മിഡുവിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ കാണാനുമുണ്ട്. അപ്പോൾ മിഡു നമ്മുടെ ചെടികളെല്ലാം ഇത് താഴെ ഇറക്കി നന തുടങ്ങിയിട്ടുണ്ട്. കടക്കയിലേക്ക് വെള്ളം വീഴണം കേട്ടോ. ഇത് കണ്ടോ, ഈ ചെടി മൊത്തം അങ്ങോട്ട് പോയി. ഇതങ്ങോട്ട് ഇലയൊക്കെ കൊഴിഞ്ഞ് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് നശിച്ചവല്ലേ പോയി ആ ചെടി. ഇത് ആമസോണിൽ നിന്ന് ഇപ്പൊ ഇവിടെ ഒക്കെ മണ്ണാക്കിയില്ല, ചവിട്ടി കൂട്ടി നോക്കിയേ. ഇത് ഞാൻ കുക്കറി ഷോ തുടങ്ങാനായിട്ടേ വലിയ കാര്യമായിട്ടേ ഇവിടെ നോക്കിയിട്ട് വേണം. ഗ്യാസ് അടുപ്പും
പിന്നെ സിലിണ്ടറൊക്കെ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അത് എല്ലാം കൊണ്ടുവന്നിപ്പിണ്ടോ അവളുടേക്ക് മാറ്റി അല്ലേ? അതെ, എന്നാലും ഞാൻ എനിക്ക് വേണ്ടി കൊണ്ടതല്ലേ അല്ലേ? എന്നൊരു വീഡിയോ ഒന്നും എടുക്കോ? അപ്പൊ അങ്ങനെ ഞാൻ കൊണ്ടതായിരുന്നു. അപ്പൊ എന്നിട്ട് പിന്നെ മിഡു കുക്ക് ചെയ്യണമെന്നും പറഞ്ഞു. പിന്നെ ആലോചിച്ചപ്പോ ശരിയാണല്ലോ, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, അവൾക്ക് കുക്ക് ചെയ്യാൻ അറിയണ്ടാണല്ലോ. അപ്പൊ നമ്മൾ ചെയ്തോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവളെ അങ്ങോട്ട് മാറ്റി. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, പച്ചപ്പ് പോയപ്പോ ഒരു ശൂന്യത. അപ്പൊ അന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായതായിരുന്നു ഈ കട്ടിംഗ് ബോർഡും പിന്നെ ഒരു നൈഫൊക്കെ അതിന് മുമ്പ് വന്നിരുന്നു. കട്ടിംഗ് ബോർഡ് കത്തി വേണമായിരുന്നോ? ഇത് ഭയങ്കര കുഞ്ഞിതാണല്ലോ. ഇത് സ്റ്റീലിന്റെ അല്ല, പുളിമരത്തിന്റെ കട്ടിംഗ് ബോർഡ് എന്ന് കണ്ടപ്പോ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തതാ. പക്ഷെ ഇത് കുഞ്ഞിതായിരുന്നു. വേണ്ട, എനിക്ക് അടുക്കളയിൽ എന്തായാലും വേണമായിരുന്നു. ചെറുതാ, പക്ഷെ കാണാൻ കൊള്ളാല്ലേ. കനമുള്ള പുളിമരടി. എന്നിട്ടൊരു പേര് പറയില്ല, എന്റെ പറയാ ടാമറിൻ. ടാമറിൻ വുഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടപ്പോ അങ്ങനെ ഓർഡർ ചെയ്ത. അതായത് ഒറ്റ മരപ്പീസ്. മറ്റേതൊക്കെ നമ്മൾ കെമിക്കലൊക്കെ വെച്ച് നമ്മള് ജോയിന്റ് ചെയ്ത് ഭയങ്കര പ്രശ്നം എന്നൊക്കെയല്ലേ പറയണേ. അപ്പൊ അങ്ങനെ നോക്കിയാൽ മരത്തിന്റെ പീസ് കണ്ടപ്പോ അങ്ങനെ പോളിഷ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ എന്തോ ഒരു നോർമൽ മരം, വെറുതെ മരത്തിന്റെ പീസ്, അത്രേ ഉള്ളൂ. പൈസ ചോദിക്കരുത്, പൈസ ഞാൻ പറയാം. പൈസ ഞാൻ ഒന്ന് നോക്കിട്ട് പറയാട്ടോ. ഞാൻ അതിന്റെ അടിയിൽ ടാഗ് ചെയ്യാൻ പറ്റിയ ടാഗ് ചെയ്തേക്കാം. ഇത് അളവ് ഗ്ലാസ് ആണ്. ഇത് 450 രൂപയാണ്. 450 ഇല്ല, ഇതിമ്മ 450 ഇട്ടേക്കണേ. പക്ഷെ 450 രൂപ ഇല്ലല്ലോ, 200 രൂപ ഉണ്ടായുള്ളൂ. അതെ, ഓഫറിൽ കിട്ടിയതാ. ഇത് എന്താ പെഗ് അത് പറയാൻ. ഇത് നമ്മുടെ മെഷർമെന്റ് കപ്പാണ്. ഇത് ശരിക്കും ഇവിടെ 60 ml, ഇവിടെ 30 ml. കുക്കൊക്കെ ചെയ്യുമ്പോ വെളിച്ചെണ്ണയോ അളന്ന് നമുക്ക് ഇതിൽ ഒഴിക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. സൂപ്പർ സാധനം കേട്ടോ. സ്റ്റീലാണ്. രണ്ടെണ്ണത്തിനും കൂടിയും. അല്ല, ഇത് വേറെ 2 മോഡലാണ്. 2നും കൂടി 199 രൂപ വന്നേന്നോ. ഞാൻ ടാഗ് ചെയ്യാൻ പറഞ്ഞ സാധനത്തിന്റെ അടിയിൽ ടാഗ് ചെയ്തേക്കാട്ടോ. യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല. ലിങ്ക് കൊടുക്കലേ ഫേസ്ബുക്ക് ഭയങ്കരമായിട്ട് ബ്ലോക്ക് ചെയ്യാണ്. എന്താ പറഞ്ഞു, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നത്, ഇതിന്റെ എന്തെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ യൂട്യൂബിന്റെ അടിയിൽ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ചെറുതല്ല, ഇത് 60 ml, ഇത് 30 ml. സെയിം തന്നെ, പക്ഷെ ഇത് വീതിയിലാണ്, ഇത് നീട്ടത്തിലാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. രണ്ടും കൊള്ളാം, നീളത്തിലുള്ളതും കൊള്ളാം. ഇതാണ് രസം. ഇത് നമുക്ക് യൂസ് ചെയ്യാം, ഇത് പിന്നെ യൂസ് ചെയ്യാം. അത് ഒരുമിച്ച് എടുത്തോ, പിന്നെന്നൊക്കെ പറയണ്ട, വേണ്ട. പോവാ നമുക്ക്. അപ്പൊ ഇനി ഗ്രേസിനെയും സ്റ്റീവിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകണം, മിഡുവിന്റെ വീട്ടിലേക്ക്. അപ്പൊ അതേ ഞങ്ങള് പോവാണ്. ഇപ്പൊ എടുക്കാടാ. എന്താ പ്രശ്നം? അവനെ എടുക്കാൻ വണ്ടിമ കയറാൻ. ഗ്രേസിന്റെ ഹെൽമെറ്റ് എവിടെ? മുടി കെട്ടിയാണ് എടുത്ത്. ഓ, കേറാൻ വേണ്ടി ഗ്രേസ് ബാക്കിലിരുന്നാ മതി. നിക്ക, ചേച്ചി കയറട്ടെ, എന്നിട്ട് കൊച്ചു കയറി കയറാം. ഓ, ഓക്കെ, പിടിച്ചോ. ആ, പോ പയ്യെ പോയമ്മ ഇടാ. നിക്ക് നീ അമ്മ വരാം. ഗേറ്റ് കൂട്ടട്ടെ. പിടിച്ചോളട്ടാ, എനിക്ക് കഴിയത്തില്ല. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നത് ശിക്ഷാർഹവും അപകടകരവുമാണ്. നിങ്ങളോടും കൂടി പറയണേ. എന്തടി? അപ്പൊ അങ്ങനെ ഞങ്ങള്
മിടുവിൻ്റെ വീടെത്തി. ഇത്ര നേരം നല്ല തെളിഞ്ഞ ആകാശമായിരുന്നു. ഇപ്പോഴേ മഴക്കാരൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഹലോ. വീട്ടിൽ മറ്റേ തെങ്ങുകാരൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, ജോർജ് ചേട്ടൻ. അപ്പോൾ ആളിപ്പോൾ തന്നെ വിളിച്ചു, വേഗം പോകണം. മീഡു ബാ. അപ്പോൾ ഞങ്ങളങ്ങനെ ഓടിപ്പിഴഞ്ഞ് ഇവിടെ വീടെത്തിപ്പിക്കാൻ ചേട്ടൻ തെങ്ങുകാരിൽ തുടങ്ങിയിട്ടാ. അപ്പം മുകളിൽ നിന്ന് ഇങ്ങനെ തേങ്ങയും പട്ടയും ഇങ്ങനെ വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓ നല്ല നീല ആകാശം വീടും. നിൻ്റെ വീടിൻ്റെ അവിടെ മഴക്കാരും അറിയില്ല. ഉണ്ട് കയ്യിലുണ്ടെങ്കിൽ എടുത്തോ. ഓ മൈ ഗോഡ്, എൻ്റെ പുല്ല്. അതും കുത്തി തന്നെ. പുല്ലുമ്മ കുത്തിയില്ല എന്നാ? രണ്ടാമത്തേം കുത്തി. ഓ മൈ ഗോഡ്. ഇതിന്റെ ഉള്ളല്ലേ ചേട്ടൻ അർബാൻ എടുത്ത് തന്നെ സാധനങ്ങൾ കൂട്ടിയിടാം. എനിക്ക് കൂട്ടിയിടാൻ ചിലപ്പോ അതിൻ്റെ ഉള്ളിൽ നിന്ന് പൊക്കിയെടുക്കേണ്ടി വരും. ഇവിടേക്കും മഴക്കാർ ചെറുതായിട്ട് എത്തി തുടങ്ങിയിട്ടോ. ഇപ്പൊ ജോർജ് ചേട്ടൻ പട്ടകൾ ഇങ്ങനെ വെട്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിങ്കോന്ന് ജോർജ് ചേട്ടൻ അത്ര പിടിച്ചിട്ടില്ല. നമ്മുടെ ചേട്ടനാന്ന്. ഇത്രേ ഉള്ളൂ. 3 വയസ്സാറായി. ചക്കകള് വലുതായി കൊണ്ടിരിക്കണം കേട്ടോ. ഇടയിൽ ഒരുത്തം വലുതുണ്ട്, പിന്നെ മുകളിലുണ്ട് 4 പേര്. ഞാൻ കുറേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കുറേ അടത്തി കളഞ്ഞു. ബാക്കി കുറച്ച് പേരെ ഇവിടെ നിർത്തിയതാണിത്. ഇവിടെയൊക്കെ വീണ്ടും പുല്ല് ഭയങ്കരമായിട്ട് പടർന്നു പിടിക്കുകയാണ്. വാഴയ്ക്കൊക്കെ വളമിട്ട് മൂടിയെടുത്ത് മാത്രം പുല്ലില്ല, ബാക്കി എല്ലാവിടെയും പുല്ല്. ഇതിലെ കുതിരപ്പുറത്തോണ ആൾക്കാർ. നിനക്ക് തൊപ്പി, എനിക്ക് ടർക്കി. ചക്ക വലുതാവട്ടെ, ഇനി വലുതാവാണ്ട്. എങ്ങനെ തേങ്ങ നോക്കാനാ? തേങ്ങ ഇങ്ങനെ വീഴുന്നത് എവിടേക്ക് തെറിച്ചു പോണേ നോക്കണം. ഇങ്ങോട്ട് വീഴില്ല, അല്ലെങ്കിൽ തേങ്ങ പോകുന്നത് കാണില്ല, അല്ലെങ്കിൽ പുല്ലാണ്. മാവമാറാണോ? പുളിയുറുമ്പണ്ടാ ഇപ്പൊ അവിടെ ഇരുന്ന് നല്ല സുഖണ്ടോ? എങ്ങടെ പോണേ മാങ്ങ കുട്ടിക്കാനാ? പക്ഷെ ഞാൻ ചേട്ടൻ ഇങ്ങനെ മാവുമ്പ കാരണം ഞാൻ കണ്ടിട്ടില്ല. ആ പഴുത്ത മാങ്ങിയില്ലല്ലേ? പഴുത്ത ചെനച്ചുണ്ടാ? ചെനച്ചനെ കഴിക്കായിരുന്നു. ഓ വേഗം നോക്കി, പുളിയുറുമ്പിന്റെ പ്രപഞ്ചാണ് അതങ്ങട്. ചാടിക്കോ, ഒരങ്ങടി പഠിക്കായിരുന്നു. ഇതുണ്ടോ പെരിച്ചാഴിയുടെ മാളം? പെരിച്ചാഴി കുത്തന്തായിരിക്കണം. അങ്ങനെ അർബാനി പെണ്ണും എന്നെ ഉണ്ട്. ലാസ്റ്റ് ഒരുമിച്ച് കൊണ്ടുപോയാൽ പോരെ? ഇപ്പൊ തള്ളി ഉണ്ടോന്ന് വാശൊന്നും ചെയ്യണ്ട, അതൊന്ന് കടിച്ചാ മതി. പുള്ളികളായിരിക്കും, അങ്ങനെയാണെങ്കിൽ വേണ്ട. ചെനച്ചതാണെങ്കിൽ വേണ്ട. നന്ദറച്ച് പൊടിയൊക്കെ ആയിരിക്കും താഴത്ത്. കല്ലില്ലല്ലോ, കല്ലൊക്കെ ഉണ്ടാവും എന്നാലും എന്തായാലും സൈഡിൽ നിന്ന് ഒരു കടി അടിക്കും. ഓ എനിക്കിഷ്ടമുള്ള മാങ്ങ. എനിക്ക് വേറെ എണ്ണം പൊടിച്ച ചേട്ടാ. ഇത് ചേട്ടൻ കഴിച്ചോ? എനിക്ക് വേറെ. ഡോക്ടർ കണ്ടോട്ടെ, ഇന്ന് എനിക്ക് ഫുഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് അധ്വാനിക്കണ്ടല്ലോ. ചേട്ടന് നോ ഫുഡായിരുന്നു ഈ നേരത്ത്.
ഒരു കുഞ്ഞു കഷ്ണം കഴിച്ചാൽ ആ ഈ ഫുൾ ഭാഗത്ത് കടിച്ചിട്ട് ഈ ബ്ലാക്ക് ഇനി കയറരുതേ. ഇവിടുന്ന് കഴിച്ചോട്ടെ. ആ താങ്ക് യു. പുളിയൊന്നുമില്ല, കൊള്ളാം, സൂപ്പർ മാങ്ങ. ഇടയ്ക്ക് മുകളിലേക്ക് നോക്കിയാ കേട്ടാ, തെങ്ങിൻ്റെ മുകളിലവിടെ ആളുണ്ട്. ഇങ്ങോട്ട് നീങ്ങിക്ക്. എൻ്റെ കുഞ്ഞുമാവ് പൂത്തൂട്ടാ വീണ്ടും. വേണ്ടാ എത്ര ഉള്ളൂ, നിറയെ പൂത്തിട്ടുണ്ട്. കൊഴിഞ്ഞു പോവോ. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടും എല്ലാം ആ നന്നായിട്ട് പൂവാനുണ്ടായ നേരത്ത് വലിയ മഴ പെയ്തൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. ആകെ 5-6 ഉണ്ടായുള്ളൂ. ആക്ച്വലി ഇത് കൂടെ നടക്കുമ്പോൾ പാമ്പൊക്കെ ഉണ്ടാവാം, ചാൻസൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഉണ്ടാവില്ലാനുള്ള പ്രതീക്ഷയിൽ അങ്ങനെ നടക്കുകയാണ്. ദൈവം കാക്കും എന്നുള്ള പ്രതീക്ഷയിൽ. ആ തെങ്ങിൻ്റെ തേങ്ങ എടുക്കൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം നേരെ വീഴണി ആ കാടിൻ്റെ ഉള്ളിലേക്ക് വീഴും. ആ ചേട്ടനെ അങ്ങോട്ട് എടുത്തിടാൻ കിട്ടിയാൽ ഓക്കെ. മഴക്കാരിങ്ങനെ കൂടി വരണ്ടേ, ഇന്ന് എന്തായാലും മഴ പെയ്യും. അടിപൊളിയല്ലേ ഞങ്ങളുടെ പാടം. ഇവിടെയായിരുന്നു ഞാൻ മുമ്പ് കോവയ്ക്ക നട്ടുണ്ടായത്, ഈ 2 തിണ്ടുകളിന്മേ. ബാനം ഇങ്ങോട്ട് കൊണ്ടാടി. ഇവിടെയൊക്കെ തേങ്ങ വീണോടൊക്കെ ഉണ്ട്. പുറത്തേക്കൂടെ വീഴാവും. തേങ്ങ അവിടെ വെട്ടും, തേങ്ങ ഇവിടേക്ക് ഇടും. ആഹാ അടിപൊളി. വീടൊന്ന് ഭയങ്കര ഹെൽപ്പിനാണ് വന്നേക്കണത് എനിക്ക്. നിന്നെ എപ്പോഴും വിളിക്കാറില്ലല്ലോ തേങ്ങ പറക്കാനൊന്നും. ഇപ്പം പശു അങ്ങോട്ട് പോയി. ജിമ്മത്തി ആയതുകൊണ്ട് വിളിച്ചതല്ലേ. പിന്നെ എനിക്ക് വിഷയമല്ല ഒന്നും, തേങ്ങയൊന്നും. ജിമ്മിന്റെ പവർ ഇപ്പൊ അറിയാം. ആശാന് മോശക്കേട് ഉണ്ടാക്കോ അറിയില്ല. ഇവിടെ മൊത്തം കുണ്ടും കുഴിയാന്ന്, പുല്ലായതൊന്നും അറിയാനില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പോന്നീ. സുജിത്താശാനെ ഇപ്പൊ പറയും. അത് പൈപ്പാണ് അവിടെ, അടിക്കൂടെ പൈപ്പ്. ഓ ശരിയായിരുന്നു, നേരെ പോട്ടെ. യെസ്, ഇങ്ങനെ ഗ്രാവിറ്റി ഫിറ്റ്നസ് സ്റ്റുഡിയോയ്ക്ക് അഭിമാനമായി മിടു ഒരു ലോഡ് തേങ്ങ കൊണ്ടുവന്നു. വാ, ഫോണൊക്കെ ഇവിടെ ഇട്ടേക്കാണല്ലേ? ഫോൺ ഇവിടെ ഇട്ടതാണോ പോയതാണോ? അപ്പോൾ നമ്മുടെ ജോർജ് ചേട്ടൻ അർജൻറ്റായിട്ട് എറണാകുളം വരെ പോകേണ്ട ഒരു ആവശ്യം വന്നുകൊണ്ട് ഇന്നത്തെ തെങ്ങേറ്റം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അതിപ്പോൾ എടുത്തരാം. അപ്പോൾ ജോർജ് ചേട്ടൻ അർജൻറ്റായിട്ട് പോയിട്ട് നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. നാളെ രാവിലെ 7 മണിയാകുമ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൂഫ് ഇരിക്കട്ടെ. മോളെങ്ങനെ പോണേ? ഇവിടെ വെച്ചാൽ മതി, അച്ഛന് പോകാൻ വഴിയിട്ടൂടെ കാണാം. അവ വരില്ല, അവന്നൂല, അവനവിടെ ഇരുന്നു. ഗ്രേസ് ഇവനെ എടുത്തിട്ടിരിക്കുന്ന ഫോട്ടോ എനിക്ക് ഓർമ്മ വന്നു. അപ്പം അങ്ങനെ ഞങ്ങളിത് തിരിച്ച് വീട്ടിലേക്ക് എത്തി. ഇനി ആ ചേട്ടൻ അങ്ങനെ പെട്ടെന്ന് പോകുന്നു വിചാരിച്ചില്ലല്ലോ. അപ്പോൾ ആ ചേട്ടൻ പോയപ്പോൾ ഇന്നത്തെ പ്ലാനുകളൊക്കെ ആകെ തെറ്റി. അപ്പം ഇനി ഒന്ന് ചാലക്കുടിക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയായിട്ട് പോകാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാം. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു, അമ്മയ്ക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. അപ്പോൾ ഇനി മിടുവിൻ്റെ വീഡിയോ എഡിറ്റിംഗ് ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അതിന് പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ. പിന്നെ
വേറെ എന്താണ് തന്നെ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ. ഇങ്ങനത്തെ വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കും ഇതിൽ, അതുകൊണ്ടാണ്.